السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, കേരളീയ മുസ്ലിം പൈതൃകത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ അതിന്റെ പ്രതാപത്തിന്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിൽ ഒന്നായ കേരളീയ ഉലമാക്കളുടെ താലീഖാത്തുകളെ കുറിച്ച്, അതിന്റെ വൈപുല്യത്തെക്കുറിച്ചുള്ള സംവദിക്കുന്ന സെഷനിലാണ് നമ്മൾ ഏവരും സംവദിച്ചത്. പ്രധാനമായും രണ്ട് വിഷയാവതരണങ്ങളാണ് ഇവിടെ കഴിഞ്ഞുപോയത്. അവ ശ്രവിച്ചപ്പോ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ രണ്ട് വിഷയങ്ങളാണ്. അപ്പോ അതില് കേരളത്തിലെ താലീഖാത്തുകളെ കുറിച്ചാണ് അതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ താലീഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അവസാനമായി പറഞ്ഞ വിഷയാവതാരകൻ പ്രസ്താവിച്ചതുപോലെ തന്നെ ഒരു ഗുരുവര്യൻ അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ ആ വലിയ ലോകത്തെ തന്റെ ശിഷ്യ സമൂഹത്തിന് മുന്നിൽ തുറന്നു വെക്കുകയും അവ സാഗൂതം ശ്രവിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അവയെ ശ്രദ്ധാപൂർവം പകർത്തിയെടുക്കുകയും അവ പിന്നീട് ഒരു ഗ്രന്ഥമായി മാറുകയും ചെയ്യുക. അതിനെക്കുറിച്ച് ഇംലാ, അമാലി എന്നൊക്കെ കാണാൻ സാധിക്കും. ഷാഫിഈ പണ്ഡിതന്മാർ അതിനെ തഅലീഖ് എന്ന് പറയാറുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഇംലാ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ക്രോഡീകരിച്ച ഇംലാ, അത് അർത്ഥത്തിൽ വരുന്നതാണ്. ഗുരുമുഖത്തിന്റെ ആ ഗുരുനാഥന്മാരുടെ ആ വിജ്ഞാന മൊഴികളുടെ ഒരു ഓറൽ ട്രാൻസ്മിഷൻ, അതാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് ഇതിന്റെ ഒരു മേഖല തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു മേഖല കൂടി ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. തഅലീഖാത്ത് എന്ന് പറഞ്ഞാൽ ശറഹിന്റെ പര്യായ പദമായിട്ടും ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും. അപ്പോ വ്യാഖ്യാനം, വിശദമായ വ്യാഖ്യാനങ്ങളെ കുറിച്ചും തഅലീഖാത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. അതിലുപരി എല്ലാ വാക്കുകളെയും വിശദീകരിക്കുന്ന ഒരു രീതിയാണ് ഷറഹ് എന്താണ് എന്നതിനെ നിർവചിക്കുന്നിടത്ത്, സൂക്ഷ്മമായി നിർവചിക്കുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുന്നത് മത്തിനിലെ മൂലകൃതിയിലെ എല്ലാ വാക്കുകളെയും വിശദീകരിക്കുന്ന രീതിയാണ് ഷറഹ്. അതിനേക്കാൾ താഴെ വരുന്നതാണ് ഹാഷിയ, അതിന്റെയും താഴെ വരുന്നതാണ് തഅലീഖാത്ത് എന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു നിർവചനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം കേരളീയമായ ടിപ്പണികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ചില തഅലീഖാത്തുകളൊക്കെ അതൊരു ഹാഷിയയോളം അല്ലെങ്കിൽ ഒരു ഷറഹിനോളം വലുപ്പം വരുന്ന തഅലീഖാത്തുകളൊക്കെ കാണാൻ സാധിക്കും. എന്താണ് ഈ തഅലീഖാത്തുകളുടെ ഒരു പ്രസക്തി? എന്തുകൊണ്ട് തഅലീഖാത്തുകൾ രൂപപ്പെട്ടു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. കേരളത്തിലെ മതവിദ്യാഭ്യാസ രംഗത്ത്, വിശിഷ്യ ദർസി സമ്പ്രദായത്തിൽ നമ്മൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റുകൾ അത് ക്ലാസിക്കൽ ടെക്സ്റ്റുകളാണ്. ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ ആശയ വൈപുല്യമുള്ള ഗ്രന്ഥങ്ങളാണ്. മഹാനായ സഅദു തഫ്താസാനി തങ്ങളെ പോലെ സാഹിത്യ സാമ്രാട്ടുകൾ അഗ്നൈതുഹു ബിൽ ഇസ്ബാഹി അനിൽ മിസ്ബാഹ് എന്നൊക്കെ പറഞ്ഞതുപോലെ വലിയ സാഹിത്യം കൊണ്ട് അമ്മാനമാടുന്ന സഅദു തഫ്താസാനിയെ പോലെയുള്ളവരുടെ ശറഹുൽ അഖായിദ് അടക്കമുള്ള വളരെ സങ്കീർണമായ കൃതികളാണ് നമ്മുടെ കേരളീയ പരിസരത്ത് പലപ്പോഴും മതവൈജ്ഞാനിക രംഗത്ത് പഠിപ്പിക്കപ്പെടുന്നത്. അതുപോലെ വിശിഷ്യ നമ്മളൊക്കെ പഠിക്കുന്ന ഫത്ഹുൽ മുഈൻ, അതിനെക്കുറിച്ച് അതിന്റെ അവസാനത്തിൽ ഫരീദുദ്ദീൻ ഇബ്നു മുഹിയുദ്ദീൻ അൽ ബുറൈരി, ബർബരി അല്ല ബുറൈരിയാണ്, ബുറൈറ എന്ന് പറയുന്ന വാക്കിലേക്ക് ചേർത്തുകൊണ്ടാണ്, ബുറൈറ എന്ന് പറഞ്ഞാൽ വടകര എന്നാണ്, വടകര സ്വദേശിയാണ് അദ്ദേഹം, അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ബുറൈരി എന്ന് തട്ടാങ്കര കുട്ട്യാം മുസ്ലിയാരുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായ വെളിയത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ മുഈനിൽ ബുറൈരി എന്ന് തന്നെ കൃത്യമായി ലബ്ത് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ കവിതയുടെ തുടക്കം തന്നെ ഫത്ഹുൽ മുഈനി കിതാബുൻ ശഅ്നുഹു അജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യുഹ്വിൽ കുതുബു വഖദ് ഹവാ ഫി ഇഖ്തിസാരിൽ ലഫ്ദി ദിർവതഹു
വാക്കുകളെ സംഗ്രഹിക്കുന്നതിൽ, സംക്ഷിപ്തമാക്കുന്നതിൽ, അതിന്റെ പാരമ്യതയിലെത്തിയ കൃതി എന്നാണ് പരിചയപ്പെടുന്നത്. നമുക്കറിയാം തട്ടാങ്ങര കുട്ടിയാം മുസ്ലിയാരുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരൊക്കെ ഫത്ഹുൽ മൊയ്നെ കുറിച്ച് പറയാറുള്ളത് ഫത്ഹുൽ മൊയ്നിൽ നോക്കിയിട്ട് തുഹ്ഫയിലെ മസ്അലകളൊക്കെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പൊ അത്രമേൽ ആഴമുള്ള ഒരു കൃതിയാവുമ്പോ സ്വാഭാവികമായും നമ്മളെപ്പോലെയുള്ള പണ്ഡിത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവ നമുക്ക് സുഗ്രാഹ്യമാകണമെങ്കിൽ, അതിന്റെ ആശയങ്ങളെ കൃത്യമായി ഗ്രഹിക്കണമെങ്കിൽ അവിടെ ഒരു താലീഖാത്ത് അനിവാര്യമാണ്. ആ അർത്ഥത്തിലാണ് താലീഖാത്തുകൾ രൂപപ്പെടുന്നത്. മാത്രമല്ല കേരളീയ ദർസി സമ്പ്രദായത്തിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ തർക്കീബും ഇഅ്റാബും വെച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു രീതി, അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദർസി സമ്പ്രദായത്തിൽ. ഓരോ വാക്കുകളും അതെന്താണ്, മുബ്തദ ആണോ, ഖബറാണോ, സിഫത്താണോ, മൗസൂഫാണോ, അതിന്റെ ജാർ മജ്റൂർ, തഅല്ലുഖ്, അത്ഫ്, ഈ വിഷയങ്ങളൊക്കെ ഓരോ വാക്കുകൾക്കും അതിന്റെ വ്യാകരണ ശാസ്ത്രപരമായ അതിന്റെ തെർക്കീബ് വെച്ചുകൊണ്ട് പഠിക്കുന്ന സമ്പ്രദായം ദർസി രംഗത്ത് ഇന്നും സാർവത്രികമാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അതിന്റെ ഇനി യാതൊരു വിശദീകരണങ്ങളും ഇല്ലെങ്കിലും ലളിതമായ കിതാബുകളാണെങ്കിൽ പോലും അവിടെ അതിന്റെ തെർക്കീബിനെ മനസ്സിലാക്കാൻ വേണ്ടി സ്വാഭാവികമായും ദർസി രംഗത്ത് ഏതൊരു വിദ്യാർത്ഥിയും അതിന്റെ ആ തെർക്കീബിനെ രേഖപ്പെടുത്തുക, തന്റെ പാഠപുസ്തകത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ താലീഖാത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1100-കളല്ല. കേരളത്തിലെ ദർസി സമ്പ്രദായം എന്ന് ആരംഭിച്ചോ അന്ന് മുതൽ താലീഖാത്തുകൾ നിലവിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെടുത്തതിൽ ഏറ്റവും പഴക്കമുള്ള താലീഖാത്ത് മഹാനായ ഫത്ഹുൽ മൊയ്ന്റെ ഗ്രന്ഥകർത്താവായിട്ടുള്ള ഷെയ്ഖ് അഹ്മദ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അസ്സഗീർ തങ്ങൾ, മഹാനവറുകളുടെ ഗുരുവര്യനായ ഇബ്നു ഹജർ തങ്ങളുടെ അവിടുത്തെ ഗുരുമുഖങ്ങളിൽ പ്രധാനിയായ അഹ്മദ് അൽ മുസജ്ജദ് തങ്ങളുടെ അർബാബിന് അദ്ദേഹം കനപ്പെട്ട താലീഖാത്തുകൾ എഴുതിയതായി കാണാൻ സാധിക്കും. അതിലൊരു ഭാഗത്ത് അതിന്റെ രചനാവർഷം 967 എന്നാണെന്നാണ് എന്റെ ഓർമ്മ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത്രയും മുമ്പ് തന്നെ, അപ്പൊ നമുക്ക് കണ്ടെടുത്തതിൽ ഏറ്റവും പഴക്കമുള്ളതാണ് 967. അതിന്റെയും മുമ്പ് താലീഖാത്ത് സമ്പ്രദായം കേരളത്തിൽ നിലവിലുണ്ടാകുമെന്ന് സ്വാഭാവികമായും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താലീഖാത്തിന്റെ രീതികൾ, അതിലേക്ക് കടന്നു വരുമ്പോൾ താലീഖാത്തുകൾ പ്രധാനമായും 2 രീതിയിലുണ്ടാവും. ഒന്നാമതായി നമ്മുടെ പൊതുവെയുള്ള അച്ചടിച്ച പഴയ ഫത്ഹുൽ മൊയ്ൻ കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാരും നുന്നമ്പ്ര സൈദാലി മുസ്ലിയാരുടെ ഒക്കെ ഫത്ഹുൽ മൊയ്നിലൊക്കെ കാണുന്നത് പോലെ അതിന്റെ മത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ താലീഖാത്തുകൾ എഴുതി കൊടുക്കുന്ന രീതി. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മത്തിന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു കൃതിയാവുമ്പോൾ അതിൽ മത്തിന് പൂർണ്ണമായിട്ടും അവിടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടാവും. മറ്റൊരു രീതി നമ്മളൊക്കെ പരീക്ഷക്കൊക്കെ നോട്ട് എഴുതുന്നത് പോലെ, അതായത് അതിന്റെ ഏത് വാക്കിനെയാണോ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വാക്കിനെ മാത്രം എടുത്തുകൊണ്ട് ബ്രാക്കറ്റിലിട്ട് മത്തിനാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എഴുതുക. എന്നിട്ട് പിന്നെ അതിന്റെ സൈഡിൽ ചെറുതായിട്ട് അതിന്റെ വിശദീകരണം കൊടുക്കുക. അങ്ങനെ ഒരു നോട്ട് പുസ്തക രൂപത്തിൽ ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ അടക്കമുള്ള പലരുടെയും താലീഖാത്ത് രീതികൾ പൊതുവെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോ ഈ 2 രീതിയിലും പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതിയിലുള്ള താലീഖാത്തുകളുടെ രീതിയാണ് ആദ്യം പറഞ്ഞത്. അതിൽ മത്തിൽ പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റേതാവുമ്പോ നല്ല ആഴത്തിൽ അറിവുള്ളവർക്കാണ്, ഈ മത്തിന് ഹൃദിസ്ഥമാക്കിയവർക്കാണ് ഒരു പക്ഷെ ഇത് ഇന്നതിന്റെ ഷറഹാണ്, ഇത് ഇന്ന വാക്കിന്റെ ഇന്ന ബാബിലാണ് ഈ വാക്ക് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട ഫത്ഹുൽ മൊയ്നുകളിൽ തന്നെ അതിന്റെ അവസാന ഭാഗത്ത് അതിലേതെങ്കിലുമൊക്കെ ഭാഗങ്ങളെ ബ്രാക്കറ്റിലിട്ട് കൊടുത്തുകൊണ്ട് അതിനെ വിശദീകരിക്കുന്ന ഒരു രീതിയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് താലീഖാത്തുകൾ എഴുതുന്നവർ, ശാരിഹീങ്ങൾ, അതുപോലെ തന്നെ ഹാഷിയകൾ എഴുതുന്നവർ, അവർ പ്രധാനമായി നിർവഹിക്കുന്ന ചുമതലകൾ കേരളീയ പരിസരത്തേക്ക് വരുമ്പോൾ അതിന്റെ വമീറുകൾ മടക്കുക, അതിന്റെ മുഷാറിലേഹി ഏതാണെന്ന് അടയാളപ്പെടുത്തുക, അതിന്റെ ജാറ് മജ്റൂർ, അതുപോലെ തന്നെ അതിന്റെ ഗ്രന്ഥകർത്താവ്, അതിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികളുടെ ജീവചരിത്രം. നമുക്കറിയാം ഫത്ഹുൽ മൊയ്ന്റെ പഴയ കോപ്പികൾ, പിന്നീട് പുതിയ കോപ്പിയിൽ അതൊക്കെ തുടക്കത്തിൽ തന്നെ അച്ചടിച്ചു വന്നിട്ടുണ്ട്. പഴയ കോപ്പികളിലൊക്കെ ഗ്രന്ഥകർത്താവിന്റെ ജീവചരിത്രമൊക്കെ താലീഖാത്തായിട്ട് എഴുതി കൊടുത്തതായി കാണാൻ സാധിക്കും. KV ഉസ്താദിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ഫത്ഹുൽ മൊയ്ന്റെ കയ്യെഴുത്ത് പ്രതിയിലൊക്കെ അങ്ങനെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മുസന്നിഫിന്റെയും അതിന്റെ വ്യാഖ്യാതിന്റെ ഒക്കെ സാങ്കേതിക ഭാഷകളുടെ വിശദീകരണം നമുക്കറിയാം. ഫത്ഹുൽ മൊയ്ന്റെ പല കയ്യെഴുത്തുകളിലും കാണാൻ സാധിക്കും ഈ കൃതിയിൽ ഷെയ്ഖാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നവരാണ്, അസ്ഹാബ് ബാബുൽ അസ്ഹാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന ആളുകളാണ് എന്നൊക്കെ രേഖപ്പെടുത്തും.
അതുപോലെ തന്നെ ഇന്ന വാക്ക് അത് ആര് പറഞ്ഞതാണ്, ഏത് കൃതിയിൽ പറഞ്ഞതാണ്, അല്ലെ? നമുക്കറിയാം പിന്നെ വെള്ളിയാമ്പുറം സൈദാലി മുസ്ലിയാരോ കരിങ്ങപ്പാറ മുഹമ്മദ് മുസ്ലിയാരോ ചെയ്ത പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഫത്ഹുൽ മുഈനിലെ ഓരോ മസ്അലയിലും തുഹ്ഫയിൽ എവിടെയാണ് പറയുന്നതെന്ന് കൃത്യമായി നമ്പർ ഇട്ട് രേഖപ്പെടുത്തുക എന്നുള്ള വളരെ ശ്രമകരമായ ഒരു ദൗത്യം അവർ നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വാക്കുകളുടെയും അതിന്റെ ഉച്ചാരണം എങ്ങനെയാണ്, അതിന്റെ ഇറാബ് എന്താണ്, അതിനെ കൃത്യമായി ലബ്ത്ത് ചെയ്യുക. അതിന്റെ ഒക്കെ പുറമെ നമുക്ക് കാണാൻ സാധിക്കും അറബിയിലുള്ള തഅലീഖാത്തുകളുടെ ഇടയിൽ തന്നെ മലയാളത്തിലുള്ള പദപ്രയോഗങ്ങൾ, അല്ലെ? അതിന്റെ പിന്നെന്താണ് മലയാളത്തിൽ പിന്നെന്താവും അർത്ഥം എഴുതി കൊടുത്തിട്ടുണ്ടാവും. അത് അവിടുത്തെ ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ കൃത്യമായ ഒരു വിശദീകരണം അതായിരിക്കും അവിടെ ആപ്റ്റ് ആയിട്ടുള്ള അർത്ഥം. അതല്ലാത്ത മറ്റൊരു അർത്ഥം അവിടെ കൊണ്ടുവന്നാൽ അത് അവിടെ സ്യൂട്ട് ആവില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അതിന്റെ അറബി എഴുതുന്നതിന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറബി മലയാളത്തിൽ അതിന്റെ ഭാഷാന്തരം, ഓരോ വാക്കിന്റെയും ഭാഷാന്തരം അവർ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ പിന്നെ താനൂര് ഭാഗത്ത് ഒരിക്കൽ പിന്നെ ഒരു കുട്ടി, അതായത് കുട്ടി മാസം തികയാതെ പ്രസവിക്കാം എന്ന് പറഞ്ഞാൽ 6 മാസമായ കുട്ടി ഒക്കെ ഉണ്ടല്ലോ, ചാക്കുട്ടി എന്നൊക്കെ പറയും. അപ്പോ അങ്ങനെ ഒരു കുട്ടി ജനിച്ചപ്പോ ആ കുട്ടിയുടെ പിന്നെ അഖീഖത്ത് അർക്കണമോ വേണ്ടേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പൊ അക്കാലഘട്ടത്തിലെ പ്രമുഖ പണ്ഡിതരായ തട്ടാങ്ങര കുട്ടിയാ മുസ്ലിയാർ, മഖ്ദൂം കുഞ്ഞമ്പ മുസ്ലിയാർ അവരൊക്കെ അറുക്കണം എന്നുള്ള രൂപത്തിൽ ഫത്വ കൊടുക്കുകയും അതുപോലെ തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ പ്രസ്താവനകളെ, അവരുടെ ഫത്വകളെ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് താനൂര് പ്രദേശത്തുകാരനായ ഒരു പരീക്കുട്ടി മുസ്ലിയാർ ഒരു തർജുമ ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗം, അതായത് പിന്നെന്താണ് ആ കുട്ടിക്ക് വേണ്ടി അഖീഖത്ത് അറുക്കണം എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഒരു കൃതി എഴുതുകയുണ്ടായി. അതിന് മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം അൽ ആഖിർ സൈനുദ്ദീൻ മഖ്ദൂം എന്നൊക്കെ അറിയപ്പെടുന്ന മഹാത്മാവിന്റെ പുത്രനായ കൊങ്ങണം വീട്ടിൽ അഹമ്മദ് എന്ന ബാവ മുസ്ലിയാർ അതിനൊരു റദ്ദ് എഴുതിയിട്ടുണ്ട്, റദ്ദുൽ ഇഷ്തിഹാർ എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദ്. അപ്പൊ ആ റദ്ദിൽ അദ്ദേഹം പ്രധാനമായും അവിടെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കിന് മഹാനവർകൾ ഈ പരീക്കുട്ടി മുസ്ലിയാർ കൊടുത്തിട്ടുള്ള ഒരു ഭാഷാന്തരം, ആ ഒരു വാക്കിനെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ വാദത്തെ കൃത്യമായി റദ്ദ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ വാക്കിനും നമ്മൾ കൊടുക്കുന്ന അർത്ഥങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പൂർവസൂരികളായ പണ്ഡിതന്മാർ അവരുടെ ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ ഓരോ അർത്ഥങ്ങളും കൃത്യമായ സ്യൂട്ടായ അർത്ഥങ്ങൾ ആ അർത്ഥത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ കരിങ്ങപ്പാറ ഉസ്താദിന്റെ സൈദാലി മുസ്ലിയാരുടെ അടക്കമുള്ളവരുടെ തഅലീഖാത്തുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരുപാട് തലങ്ങൾ ഈ വിശദീകരണങ്ങൾക്ക് ഈ തഅലീഖാത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാം. അവരുടെ ഈ തഅലീഖാത്തുകൾ രേഖപ്പെടുത്തുന്ന ആളുകളുടെ സമകാലിക വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട ഉലമാക്കളുടെ പ്രസ്താവനകൾ, തഹ്ഖീഖാത്തുകൾ, ഫത്വകൾ അതൊക്കെ അവരുടെ തഅലീഖാത്തുകളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഉദാഹരണമായി കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാരുടെ ഫത്ഹുൽ മുഈന്റെ തഅലീഖാത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പാശ്ചാത്യ നിർമ്മിതമായ സുഗന്ധങ്ങൾ, പെർഫ്യൂംസുകൾ, അതിൽ നജസിന്റെ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സ്പ്രേകളിൽ നജസിന്റെ അംശമുണ്ട്, അപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തംബീഹുൽ അഫ്കാർ എന്ന് പറയുന്ന യൂസുഫ് അൻ-നബ്ഹാനി തങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, യൂസുഫ് അൻ-നബ്ഹാനി തങ്ങളുടെ ഗ്രന്ഥത്തെ ഉദ്ധരിച്ച് ചില കുറിപ്പാത്തുകളിൽ കണ്ട വിവരം അദ്ദേഹം എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സ്പ്രേ ഒക്കെ വ്യാപകമായി വരുന്നത്. അപ്പൊ കാലികമായ വിഷയങ്ങളിലുള്ള കർമ്മശാസ്ത്രപരമായ തീർപ്പുകളിലേക്കുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു ഇൻസൈറ്റ് ഈ പറയുന്ന കൃതികളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാമ്പുറം സൈദാലി മുസ്ലിയാരുടെ ഫത്ഹുൽ മുഈനിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിലാണല്ലോ അവരൊക്കെ പഠിക്കുന്നതും അവരൊക്കെ ഈ തഅലീഖാത്തുകൾ എഴുതുന്നതും. അപ്പോൾ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിലുള്ളതായ ഇന്ത്യ അത് ദാറുൽ ഇസ്ലാമാണോ ദാറുൽ ഹർബാണോ, അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. ദാറുൽ ഹർബാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടങ്ങൾ അതൊക്കെ പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ് എന്ന് പറയേണ്ടി വരും. അതാണ് പൊതുവെയുള്ള വീക്ഷണം. അതിനപ്പുറം കേരളത്തിലെ പരമ്പരാഗതമായ പൊന്നാനി ഉലമാഇന്റെ ഒരു വീക്ഷണം, അക്കാലഘട്ടത്തിലെ തട്ടാങ്ങര കുട്ടിയാ മുസ്ലിയാർ, മഖ്ദൂം കുഞ്ഞമ്പ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാർ അന്നത്തെ സായുധ സമരത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു വീക്ഷണ പ്രകാരം ഇന്ത്യ എന്നുള്ളത് ദാറുൽ ഇസ്ലാമാണ്. ദാറുൽ ഇസ്ലാമാണ് എന്ന് പറയാനുള്ള
അവരുടെ ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം വിശ്വാസി എന്നുള്ള നിലയിൽ അവന്റെ സ്വത്വബോധത്തെ ഉയർത്തപ്പിടിച്ചുകൊണ്ട് ഒരു വിശ്വാസിയായി ജീവിക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് ക്രിസ്ത്യാനികളാണെങ്കിലും അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടല്ലോ. ആ അർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് അനുയോജ്യം. മാത്രമല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്രയും വലിയ ഒരു അധീശത്വ സാമ്രാജ്യത്വ ശക്തിയായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പോരടിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് എന്നുള്ള ഒരു ദീർഘവീക്ഷണം കൂടി അതിലുണ്ടാവും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അതിനെ നിരീക്ഷിച്ച അന്നത്തെ ഉലമാ അവർ പറഞ്ഞത് ഇന്ത്യ ദാറുൽ ഇസ്ലാം ആണെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് അക്കാലഘട്ടത്തിലെ ഷാഫിഈ മദ്ഹബിലെ മക്കയിലെ മുഫ്തിയായിരുന്ന അല്ലാമ അഹ്മദ് ബിൻ സൈനി ദഹ്ലാൻ തങ്ങളോട് ചോദിക്കപ്പെട്ട ഒരു ഫത്വ, അതിന്റെ രത്നച്ചുരുക്കം, അതിലെ നമ്മുടെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം പറയാം. അപ്പൊ ആ ഫത്വയിൽ മഹാനവറുകളോട് ചോദിക്കപ്പെടുന്ന അതിന്റെ അവസാന ഭാഗം, അതാണ് നമ്മുടെ വിഷയം. ബ്രിട്ടീഷ് ഗവൺമെന്റിന് കീഴൊതുങ്ങി അവരുടെ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അവരെ എതിർക്കാനുള്ള കെൽപ്പൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവരോടുള്ള സായുധ സമരത്തെ ഉപേക്ഷിച്ചു എന്നതിന്റെ പേരിൽ, ഞങ്ങൾ ജിഹാദ് ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാകുമോ എന്ന് ചോദിക്കുമ്പോ മഹാനവർകൾ മറുപടി പറയുന്നത് ഇല്ല, ആ ദുർബലത ഒരു പിന്നെന്താണ്, ജിഹാദിനെ ഉപേക്ഷിക്കാനുള്ള ഒരു എതിറാണ്. മാത്രമല്ല ഇന്ത്യ ദാറുൽ ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർകൾ ഫത്വ കൊടുക്കുന്നു. അപ്പോ കാലിക വിഷയങ്ങളിലുള്ള അവരുടെ ഉലമാഇന്റെ നിലപാടിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണിത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അത്യപൂർവമായ ഗ്രന്ഥങ്ങളിൽ നിന്നും വിനഷ്ടമായ ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള ഉദ്ധരണികൾ വ്യാപകമായിട്ട് നമ്മുടെ താലീഖാത്തുകളിൽ കാണാൻ സാധിക്കും. പ്രധാനമായി നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളിയാമ്പുറം സൈദാലി മുസ്ലിയാർ, കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള കേരളത്തിലെ പ്രധാനമായ താലീഖാത്തുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു പിന്നെന്താണ് റംസാണ് മീമ് ഹാ സീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിലെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന മുഹമ്മദ് ബിൻ സുലൈമാൻ എന്ന ഹിസ്ബുല്ലാഹിൽ മക്കി റഹിമഹുല്ല കഅബാലയത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ബുഖാരി ഷരീഫ് ഖത്തം തീർത്ത മഹാനാണ് അദ്ദേഹം എന്ന് മഹാനായ അബ്ദുൽ ഹയ്യൽ ഖത്താനി തങ്ങൾ അവിടുത്തെ ഫിഹ്റസുൽ ഫഹാരിസിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ മഹാത്മാവ് ഫതുഹുൽ മുഈൻ എഴുതിയ തഖരീർ, ആ തഖരീർ നമുക്കിന്ന് കിട്ടാനില്ല. അതേസമയം ആ തഖരീറിൽ നിന്നുള്ള കനപ്പെട്ട നഖലുകൾ ഈ പറയുന്ന കേരളീയ താലീഖാത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള അവയിലെ ആശയങ്ങളെ വീണ്ടെടുക്കാനുള്ള ഒരു സഹായക ഘടകം എന്ന രീതിയിൽ ഇത് വർത്തിക്കുന്നുണ്ട്. അതുപോലെ അത്യപൂർവമായ ഗ്രന്ഥം, കേരളത്തിലെ ആദ്യത്തെ അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ, പിന്നെ കേരളത്തിലെ അറബ് സാഹിത്യത്തിന് കേരളത്തിന്റെ സംഭാവനകൾ എന്ന് പറയുന്ന കൃതിയിലൊക്കെ പ്രഫാക്കെ മുഹമ്മദ് പരിചയപ്പെടുത്തുന്നത് ഫഖീഹ് ഹുസൈൻ അൽ മഹ്ഫനിയുടെ ഖൈദുൽ ജാമിയാണ്. ഇസ്ലാമിക വൈവാഹിക ശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ കൃതി അദ്ദേഹം ഇബ്നു ബത്തൂത്തയുടെ സമകാലികനാണ്. ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ രഹ്ലയിൽ മഹാനവർകളെ കണ്ടുമുട്ടിയ സംഭവം പറയുന്നുണ്ട്. ഈ ഖൈദുൽ ജാമിയ ഇന്ന് അത്ര വ്യാപകമായി കാണുന്നില്ല. അപ്പൊ ഒരു അത്യപൂർവമായ കൃതിയാണ്. അപ്പൊ അതിൽ നിന്നുള്ള വിശദീകരണങ്ങൾ കോഴിക്കോട് ഖാദി മുഹമ്മദ് അൽ കാലിക്കൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ മഖാസിദുൻ നിക്കാഹ് എന്ന് പറയുന്ന കാവ്യഗ്രന്ഥത്തിന്റെ സൈഡിലൊക്കെ കാണുന്നു. അതുപോലെ പല കൃതിയിലും കാണാം. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ കേരളത്തിലെ മുടിചൂടാൻ മന്നന്മാരായ അഗാധ ജ്ഞാനികളായ ഉലമാക്കളുടെ അവരുടെ തഹ്ഖീഖാത്തുകൾ, അതിന്റെ ഒരു ഓറൽ ട്രാൻസ്മിഷൻ, അതിനെ നമുക്ക് എന്താ ഈ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന കൃതികളാണ് ഞാൻ എടുത്തു വെക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഖീമത്ത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. നിങ്ങളൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന വ്യാഖ്യാന കൃതികളാണ് വെള്ളിയാമ്പുറം സൈദാലി മുസ്ലിയാരുടെയും കരിങ്കപ്പാറ ഉസ്താദിന്റെ വ്യാഖ്യാനങ്ങൾ. അപ്പൊ വെള്ളിയാമ്പുറം സൈദാലി മുസ്ലിയാരുടെ ഫതുഹുൽ മുഈന്റെ താലീഖാത്തിൽ മഖ്ദൂം കബീറിന്റെ പുത്രനായ മസ്ലകുൽ അത്തീഖിയയുടെ കർത്താവായ ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുൽ അസീസ് അൽ മഅബരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫത്വ, പിന്നെ ചെലവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫത്വയെ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൗതുകകരമായ ഒരു വിഷയം, അത് ഒരുപാട് ആളുകളുടെ കൈപ്പടയിലൂടെ കൈമാറി വന്നിട്ടാണ് അത് ഗ്രന്ഥകാരന് കിട്ടുന്നത്. ആദ്യമായി സൈനുദ്ദീൻ മഖ്ദൂം അഖീറിന്റെ ഗുരുനാഥനായ അലി ഇബ്നു അഹ്മദ് അൽ കല്ലായിലൂടെ, അദ്ദേഹത്തിന് ശേഷം പിന്നീട് അഹ്മദ് ഷീറാസിയിലൂടെ, അതിന്റെ ശേഷം മുഹമ്മദ് അൽ പാറക്കടവ് മുഹമ്മദ് മുസ്ലിയാരിലൂടെ, അദ്ദേഹത്തിന് ശേഷം പിന്നെ കോടഞ്ചേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാരിലൂടെ, അങ്ങനെ കൈമാറി വന്ന അദ്ദേഹത്തിന്റെ അപൂർവമായ ഒരു ഫത്വ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഖ്ദൂമികളുടെ അവസാന കാലഘട്ടത്തിൽ ജീവിച്ച
ജമാലുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന വലിയ മുസ്ലിയാരുടെ ഒരു തഹ്ഖീഖാത്ത്, അതും ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തഹ്ഖീഖാത്തുകൾ കാണാൻ സാധിക്കും. അവയിൽ തന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയത് വലിയത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഫത്ഹുൽ മുഈന്റെ താരീഖാത്താണ്. ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ തഹ്ഖീഖാത്തുകളെ പോലും അതിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. ഔക്കോയ മുസ്ലിയാരുടെ തഹ്ഖീഖാത്തുകൾ, ഉമർ ഖാളി തങ്ങളുടെ തഹ്ഖീഖാത്തുകൾ, അങ്ങനെ ഒരുപാട് തഹ്ഖീഖാത്തുകൾ കേരളത്തിലെ പണ്ഡിതന്മാരുടെ തഅലീഖാത്തുകൾ പരിശോധിച്ചാൽ, സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കൃതികളുടെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത, കേരളീയ ഉലമാക്കളും അക്കാലഘട്ടത്തിലെ മുസ്ലിം ലോകത്തെ വിഖ്യാതരായ പണ്ഡിതന്മാർ ഇമ്മത്തുമായിട്ടുള്ള അവരുടെ വൈജ്ഞാനിക ബന്ധങ്ങൾ അതിനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ഫത്വ, അതായത് അല്ലാമ അഹ്മദ് ബിൻ സൈനി ദഹലാൻ തങ്ങളോട് ഒരു വിഷയത്തിൽ, ആ വിഷയം ഇതാണ്: കേരളത്തിലെ നാടന്മാരായിട്ടുള്ള അലസന്മാരും അജ്ഞരുമായിട്ടുള്ള സമൂഹം, അവരിൽ നിന്നുള്ള ഒരു കൂട്ടം സാധാരണക്കാര് അവരെന്ത് ചെയ്യാറുണ്ട്, റമളാൻ ആവുമ്പോ, ഇന്നിപ്പോ അതുമില്ല, നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. പണ്ഡിതന്മാര് പറയുമായിരുന്നു കുൻ റബ്ബാനിയ ഫലാത്ത കുൻ റമളാനിയ. ഇന്നിപ്പോ റമളാനും അത് പ്രസക്തി ഇല്ലാണ്ടായി. അപ്പോ അന്നത്തെ ഒരു ശൈലിയാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിരുന്നു. അതാണ് റമളാൻ ആവുമ്പോ പള്ളിയിൽ നിറച്ച ആളുകൾ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കാര്യമായി, അങ്ങനെ ഒരു രീതി. റമളാൻക്ക് മാത്രമല്ല, റമളാൻ അല്ലാത്തപ്പോഴും പള്ളിയിൽ ബാങ്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഇതുകൾ കാണാൻ സാധിക്കും. അപ്പോ ആ രീതിയിൽ റമളാൻക്ക് മാത്രം തറാവീനും വിത്റിനും പള്ളിയിൽ സജീവമാവുകയും അതേസമയം ഫർദ് നമസ്കാരങ്ങൾ പോലും അല്ലാത്ത മാസങ്ങളിൽ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം. അപ്പോ അവര് അങ്ങനെ ചെയ്താൽ ശരിയാവൂല, അപ്പോ ഫർദ് എടുക്കാതെ സുന്നത്തെടുത്താൽ ശരിയാവൂല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിലക്കാൻ നിന്നാല് അത് വലിയ പ്രശ്നമാവാണ്. അവരതിനെ അംഗീകരിക്കുന്നില്ല, മുഖവിലക്കെടുക്കുന്നില്ല. അപ്പൊ അവർക്ക് ആ വിത്റും തറാവീഹൊക്കെ നിസ്കരിക്കുമ്പോ അതിന്റെ പ്രതിഫലം കിട്ടുമോ? അതായത് നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ ഒരു വിഷയം ഉണ്ടല്ലോ, അതായത് ഫർദ് നമസ്കാരങ്ങൾ ഒരുപാട് ഖളാ ഉള്ളവന്റെ സുന്നത്ത് നമസ്കാരത്തിന്റെ ഒരു ഹുക്മിനെ കുറിച്ച് ചർച്ച ഉണ്ട്. അപ്പോ സൈനി ദഹലാൻ അതിന് കൊടുക്കുന്ന ഒരു മറുപടി, അങ്ങനെ അവരെ വിലക്കേണ്ടതില്ല, അതെങ്കിലും അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ഫത്വ. അത് നമ്മുടെ ഫത്വൽ മൊയ്നി കിതാബുൽ ശഅ്നുഹു അജബു എന്ന് പറയുന്ന ആ പേജിന്റെ മാർജിനിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഫത്വ മഹാനവറുകളോട് ഈ വിഷയം ചോദിക്കുന്നത് സൈനുദ്ദീൻ റംലിയാണ്. കേരളത്തിലെ ഷെയ്ഖുൽ മശായിഖ് എന്നറിയപ്പെടുന്ന നുനക്കടവ്, പെരുമ്പടപ്പ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള ഉന്നതരായ ആരിഫ്യങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള സൈനുദ്ദീൻ റംലിയാണ് അദ്ദേഹത്തോട് ഈ ഫത്വ ചോദിക്കും. അപ്പോ സൈനുദ്ദീൻ റംലിയും അഹ്മദ് ബിൻ സൈനി ദഹലാനും തമ്മിലുള്ള ഒരു വൈജ്ഞാനിക ബന്ധത്തെ നമുക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാൻ സാധിക്കും, കേവലം ഒരു ഫത്വ എന്നതിലപ്പുറം. അതുപോലെ തന്നെ ഫത്വൽ മൊയ്ന്റെ ഒരു തഅലീഖാത്തിൽ കാണുന്ന ഒരു കൗതുകരമായ ഒരു വിഷയം, ഔക്കോയ മുസ്ലിയാർ ഫത്ഹുൽ മൊയ്ന്റെ ഏറ്റവും ബൃഹത്തായ ഹാഷിയായ ഇആനത്തു ത്വാലിബീൻ എഴുതിയ സയ്യിദ് ബക്കരി തങ്ങളുമായി വൈജ്ഞാനിക സംവാദത്തിൽ ഏർപ്പെട്ടു. ഇതൊരു വളരെ കൗതുകകരമായ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഒരു പണ്ഡിതൻ ആഗോളതലത്തിൽ അറിയപ്പെട്ട ഒരു മഹാത്മാവുമായി വൈജ്ഞാനിക സംവാദത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത്. അപ്പൊ ഈ രീതിയിലുള്ള മുസ്ലിം ലോകത്തെ വലിയ പണ്ഡിതന്മാരുമായി കേരളീയ ഉലമാക്കൾക്കുള്ള വൈജ്ഞാനിക ബന്ധത്തിലേക്കുള്ള വിരൽ ചൂണ്ടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൈനുദ്ദീൻ മഖ്ദൂം സഗീറിന്റെ അദ്ദേഹം എഴുതിയ തഅലീഖാത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും ഈ രീതിയിലുള്ള ഉന്നതരായ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരോട് ചോദിച്ച ഫത്വകൾ. അതുപോലെ തന്നെ തഹ്ഖീഖിന്റെ സാങ്കേതിക പദങ്ങൾ എത്രത്തോളം നമ്മുടെ കേരളീയ കയ്യെഴുത്ത് പ്രതികളിൽ, വിശിഷ്യ തഅലീഖാത്തുകളിൽ കാണാൻ സാധിക്കും. കയ്യെഴുത്ത് പ്രതികളിലാണല്ലോ പ്രധാനമായിട്ടും ഈ തഅലീഖാത്തുകൾ കാണുന്നത്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതില് സ്ക്രീനിൽ കാണുന്നുണ്ടോ? പരമാവധി ഇതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കയ്യെഴുത്താവുമ്പോ അതിന്റെ ചില പരിമിതികൾ ഉണ്ടാവും. അതില് ഒന്നാമത്തത് രണ്ടും ഖാളി മുഹമ്മദ് റളിയല്ലാഹുവിന്റെ മഖാസിനിക്കായിന്റെ 2 കയ്യെഴുത്ത് പ്രതികളാണ്. അപ്പോ അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇഹാലത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാല് മത്തിനിൽ ഒരു വിഷയമുണ്ട്, ഒരു ഭാഗത്തെ വിശദീകരിക്കണം, അവിടെ വിശദീകരിക്കാൻ അതിന് സ്പേസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, മാർജിനിൽ ഒരു നമ്പർ ഇടും, അതേ നമ്പർ എന്ത് ചെയ്യും ഇവിടെയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ആ വിഷയത്തിന്റെ വിശദീകരണം മാർജിനിൽ എന്ത് ചെയ്യും അവതരിപ്പിക്കും. ആ ഒരു രീതി, അതിനെക്കുറിച്ച് ഇഹാലത്ത് എന്ന് പറയും. അത് നമ്മുടെ കയ്യെഴുത്തുകളിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന് തെഹരീഫ്. തെഹരീഫ് എന്ന് പറഞ്ഞാല് ദാല് ബ ആവ അങ്ങനെയൊക്കെയുള്ള രീതികൾ. അതും നമ്മുടെ അത് നാസിഖീങ്ങളുടെ പക്കൽ നിന്ന് വരുന്ന പാളിച്ച മൂലം ഉണ്ടാവുന്നത് തെഹരീഫ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കയ്യെഴുത്തുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു രീതിയാണ് ഷത്തുബ്. ഒരു കാര്യം എഴുതിയിട്ട് അതിനെ വെട്ടുക, അതിനാണ് ഷത്തുബ് എന്ന് പറയാം. നമ്മൾ അതിൽ ഏറ്റവും ഫസ്റ്റത്തെ
പിന്നെന്താണ് താനൂർ ഇസ്ലാമുലുലൂമിന്റെ കയ്യെഴുത്താണത് മഖാസിനിക്കാന്റെ. അപ്പൊ ആ കയ്യെഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ എഴുതിയിട്ട് വെട്ടിയേക്കാം. അപ്പൊ അതിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ലാണ്. ആ ബൈത്ത് പിന്നെ വായനക്കാരൻ നോക്കണ്ടാണ്. അപ്പൊ ആ മുസ്തലഹാത്ത് അറിയാത്ത ആളെന്ത് ചെയ്യും? അതും കൂടി നോക്കി പോകും. പിന്നെ അതിന്റെ അടിയിലും കാണാം ലർബ് എന്ന് പറയും. ഈ രൂപത്തിൽ വെട്ടുന്നതിനെ കുറിച്ച് ലർബ് എന്ന് പറയും. മറ്റൊരു രീതിയാണ് തൗസീഖ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ പിന്നെന്താണ് ഒരു മത്തിനൊരു വിഷയം പറഞ്ഞാൽ അതിന് ഉപോത്പകമായിട്ട് അതേ വിഷയം മറ്റൊരു ആധികാരികമായ കൃതിയിൽ കൊണ്ടുവന്നിട്ട് ഈ മസ്അല ആധികാരികമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു രീതി. അപ്പോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫത്ഹുൽ മൊയ്നിലെ പിന്നെന്താണ് മഖാസിനിക്കായിൽ പറയുന്ന അതേ മസ്അല ഫത്ഹുൽ മൊയ്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇബാറത്തായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തഅഖീബ എന്ന് പറഞ്ഞാല് ഒരു പേജിന്റെ അവസാനം, പിന്നെ ഫസ്റ്റ് പേജിന്റെ അവസാനം പിന്നെന്താണ് വലതുവശത്തുള്ള പിന്നെ പേജിന്റെ അവസാന ഭാഗത്ത് പിന്നെന്താണ് ഇടതുവശത്ത് വരുന്ന പേജിന്റെ തുടക്കത്തിലെ ഫസ്റ്റ് വാക്ക് എന്ത് ചെയ്യും? രേഖപ്പെടുത്തി വെക്കും. അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നത് എന്തിനാണ്? അതായത് ഈ പേജുകളൊക്കെ വിട്ടു പിരിഞ്ഞു പോയാലും ഈ തഅഖീബാത്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ജമ്മ ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ട്. മഹാനായ വെളിയത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ അപ്രകാശിതമായ ഒരു കൃതിയുണ്ട്. മഹാനവർകളുടെ അൽഫിയത്തും ഫിലുഗ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു കൃതിയാണ്. അതിന് മഹാനവർകൾ ഒരു അപ്രകാശിതമായ ഒരു വ്യാഖ്യാനം എഴുതിയിട്ട്, അപ്പൊ എനിക്കത് കുറെ പേജുകളായിട്ടാണ് കിട്ടിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ തഅഖീബ വെച്ച് നോക്കിയപ്പോ അത് ഏകദേശം അതിന്റെ പകുതി മുക്കാലും ഉണ്ട്. അപ്പൊ ഈ തഅഖീബ വെച്ചിട്ടാണ് അതിനെ ഓർഡർ ആക്കാൻ പറ്റിയത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഉപകാരം. അപ്പൊ വലിയ നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട്. അതിനെ കുറിച്ചാണ് തഅഖീബ എന്ന് പറയാം. നമ്മൾ ആ തുടക്കത്തിൽ മീരാൻ എന്ന് കാണാം. അതിന്റെ അവസാനത്തെ പേജിന്റെ പിന്നെന്താണ് പേജിന്റെ ഫസ്റ്റിലും കാണാൻ എന്താണ് മീരാൻ. അപ്പൊ അത് പേജുകൾ വിട്ടുപോയാലും എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ നമുക്ക് സമാഹരിച്ച് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കേരളീയ കയ്യെഴുത്തു പ്രതികൾ അതിൽ സ്വതസിദ്ധമായ ഒരു റുമൂസ്, അതിൽ മാത്രം ഉപയോഗിക്കുന്ന ചില സൂചനാവാക്യങ്ങളുണ്ട്. അത് മറ്റു കേരളേതര കയ്യെഴുത്തു പ്രതികൾ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കൂല. അതായത് മുബ്തദയിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തുടക്കത്തിൽ മീം ഇട്ട് കൊടുക്കും. നമുക്ക് കാണാം ഹുവ എന്ന വാക്കിന്റെ പിന്നെന്താണ് താഴ്ഭാഗത്തായിട്ട് മീം ഇട്ട് കാണാം. അതേസമയം ഖബറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഹാ ഇട്ട് കൊടുക്കും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ എന്താണ് ഓരോ പിന്നെന്താണ് കിതാബും തർക്കീബ് വെച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? ഇത് ഉപകാരപ്പെടും. പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം ഇങ്ങനത്തെ കിതാബുകൾ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കിതാബുകളൊക്കെ ഇവിടെയൊക്കെ പഠിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇതിലിങ്ങനെ തർക്കീബൊക്കെ ഇട്ട് നന്നാക്കിയിട്ടുള്ളത്. ഖാലി മുഹമ്മദിന്റെ മഖാസിനിക്ക കാലാന്തരങ്ങളിൽ ഒരുപക്ഷെ സിലബസുകളിൽ നിന്ന് എടുത്തുപോയതായിരിക്കാം. കാരണം മഖ്ദൂമികളുടെ വൈജ്ഞാനിക വിപ്ലവം വരുന്നതിന് മുമ്പ് സിൽസിലത്തുൽ ഫഖ്രിയ കേരളത്തിൽ നേരത്തെ പിന്നെന്താണ് വിഷയാവതരകൻ സൂചിപ്പിച്ചതുപോലെ സൈനുദ്ദീൻ റമളാൻ ഷാലിയാത്തിയുടെ പുത്രനായ ഫഖ്റുദ്ദീൻ കാലിക്കൂത്തിയാണ് ഫഖ്രിയ സിലബസ് ഉണ്ടാക്കിയത്. അപ്പോ ആ രീതിയിൽ പിന്നെ തർക്കീബ് ഇട്ട് കൊടുക്കുന്ന രീതി, അതുപോലെ തന്നെ സിഫത്ത് മൗസൂഫിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്വാദ് ഇട്ട് കൊടുക്കുന്ന രീതി, ഇതൊക്കെ എന്താണ് കേരളീയ താലീഖാത്തുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു നുസ്ഖത്തിൽ ഇപ്രകാരമുണ്ട്. ഇത് മറ്റു കേരളത്തിന്റെ പുറത്തുള്ള താലീഖാത്തുകളിലും കാണുന്നുണ്ട്. വഫി നുസ്ഖത്തി കഥ എന്നുള്ളതിന് സൂചിപ്പിക്കാൻ വേണ്ടി ഹാ ഇട്ട് കൊടുക്കാം അതിന്റെ അവസാനം. കണ്ടില്ലേ ഫഹ്ഫൽ എന്ന് പറയുന്ന വാക്ക് അല്ലെ? അവിടെ പിന്നെ മത്തിനിലുള്ളത് ഫഹ്തത്ത് എന്നാണ്. അതേസമയം വഫി നുസ്ഖത്തി ഫഹ്ഫൽ, ഒരു നുസ്ഖയിൽ എന്തുണ്ട്? ഫഹ്ഫൽ എന്ന് കൂടി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹ എന്ന റുമൂസ്, ഇത് താനൂർ ഇസ്ലാമുലുലൂമിൽ നിന്ന് കിട്ടിയ കയ്യെഴുത്താണ്, പിന്നെ മഖാസിനിക്കാന്റെ. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് പിന്നെന്താണ് ഇത് ഉമ്മ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ അതൊരു ഹദീസിന്റെ വാചകമാണ്. അതിനെ മൂപ്പര് കാവ്യവൽക്കരിച്ചാണ്. അപ്പൊ ഇത് ഹദീസാണ് എന്ന് സൂചിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹലു അതിന്റെ തുടക്കത്തിൽ ഹ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ഉമ്മ എന്നുള്ളത് ദുർബലമായിട്ടുള്ള മറ്റോ അതിന്റെ ഹദീസിന്റെ സ്വീകാര്യതയെ കുറിച്ച് പഠനവിധേയമാക്കേണ്ടതാണ്. അതും ഒരു ഹദീസാണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ അതിന്റെ അടിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഹ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള റുമൂസുകൾ. അതുപോലെ തന്നെ ജാറു മജ്റൂർ, അതുപോലെ തന്നെ അത്ഫ് ബയാന്, ഇതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അവയുടെ അടിയിൽ ഐൻ ഇട്ട് കൊടുക്കുന്ന രീതി. അതുപോലെ തന്നെ പ്രധാനമായി എല്ലാ താലീഖാത്തുകളിലും പൊതുവെ കാണുന്ന ഒരു രീതിയാണ് ലമീർ മടക്കം അല്ലെ? ലമീർ മടക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? പിന്നെന്താണ് ഏതിലേക്കാണോ ആ ലമീർ മടങ്ങുന്നത് അതിലേക്ക് ഒരു സംഖ്യ ഇട്ടുകൊടുക്കും. അതേ സംഖ്യ എന്ത് ചെയ്യും? ആ പിന്നെന്താണ് ലമീർ മടക്കപ്പെടുന്ന ആ ഇതിലും എന്ത് ചെയ്യും? ഇട്ടുകൊടുക്കും. അങ്ങനെ രണ്ടിനും എന്ത് ചെയ്യും? ആ പിന്നെന്താണ് സംഖ്യ ഒരുപോലെ ഇട്ടുകൊടുക്കുന്ന രീതി അത് കേരളത്തിൽ വ്യാപകമായി കാണുന്നതാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഷയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അയിന് ഇങ്ങനെ ഇതാക്കിയിടുന്ന രീതി, ഈ ഹാലത്തിന് വേണ്ടി അയിന് ഉപയോഗിക്കും.